കങ്കാരുവിനെ കണ്ടോ? മിനി ഷാർമിൽ നല്ല സാധനം മേടിച്ച് മിനി ഷാർമ നോക്കൂ. എന്നാ ചേട്ടാ എനിക്കൊരു ലൈവ് മതി. ഹലോ ഗായ്സ്, ഇന്ന് ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി കറങ്ങാൻ പോവാണ്. കറങ്ങാൻ വന്നിട്ട് കഴിക്കാൻ പോവാ. ഞാൻ അവിടെ പോയിട്ട് ഇതാണ് പാർവതി, ഇതാണ് ആരതി. ആർക്കും അറിയത്തില്ലായിരിക്കും. എന്റെ എപ്പോഴും വ്ലോഗ് കാണുന്ന പറയുകയാണെങ്കിൽ അറിയല്ലേ? നീ എന്തിനാ ഈ പ്രതിമ പോലെ നോക്കോണ്ടിരിക്കും? അപ്പൊ ഗൈസ് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങോട്ടേക്ക് പോകണമെന്നൊരു പ്ലാനും ഇല്ല കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ പോയി ഒന്ന് ഫുഡ് കഴിച്ചൊന്ന് എൻജോയ് ചെയ്തിരിക്കാമെന്ന് മാത്രമേ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് എന്നാൽ ഞങ്ങൾ എപ്പോഴും പോകുന്നത് ഫ്യൂഷൻ ടേബിളിലേക്ക് തന്നെ പോകാമെന്ന്. ഫ്യൂഷൻ ടേബിൾ നമ്മുടെ ഇവിടെ കടപ്പാക്കടയാണ് കേട്ടോ. അപ്പം അങ്ങനെ അങ്ങോട്ടേക്ക് വിട്ടു. മറ്റേ നമ്മുടെ സിറ്റിക്കകത്ത് ചാവിയില്ല. ഗൈസ് കങ്കാരുവിനെ കണ്ടോ? ചാവിയില്ല കേട്ടോ. ഞാൻ ചാവി നമുക്ക് സെൻസർ ആയത് വണ്ടി. ഫ്യൂഷൻ ടേബിൾ എന്ന് പറഞ്ഞപ്പോൾ വേറെ അഭിപ്രായം ഒന്നും വരാത്തത് കൊണ്ട് തന്നെ പിന്നെ അവിടെ തന്നെ പോയി കേട്ടോ. ഞങ്ങൾ കുറേ വർഷമായെന്ന് തോന്നുന്നു. ഇപ്പം എപ്പോഴും വരാറുള്ളൊരു സ്പോട്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ട് കുറേ ആയി ഇപ്പോൾ. എനിക്കത് ഓർമ്മയില്ല. കുറുക്ക് കിടന്നത് പൂച്ച കുറുക്ക് കടിയോണ്ട് എന്നെ പോകാതെ അവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു നിന്ന് അവസാനം ഇവള് ആരും പോകത്തില്ല എന്ന് കണ്ടപ്പോൾ അവസാനം ഞാൻ തന്നെ കയറി കേട്ടോ. ഞാനാണ് പൂച്ച കുറുക്ക് കടി എന്നൊക്കെ പറഞ്ഞ് നിന്നത്. അവസാനം ഞാൻ കയറിയിട്ട് അവളുമാർ കയറത്തുള്ളൂ എന്ന് വാശി ഓടിച്ചുകൊണ്ട് എന്നെ കയറി. അങ്ങനെ എപ്പോഴും സ്ഥിരം സ്പോട്ട് ഞങ്ങൾക്ക് മുകളിലാണ്. അപ്പം സാധാരണ എല്ലാവരും മുകളിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ. അങ്ങനെ പിന്നെ മെനു കാർഡ് നോക്കിയുള്ള കുറേ നേരത്തെ ഇരിപ്പായിരുന്നു. പിന്നെ കുറച്ച് നേരം ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്നിട്ടൊരു സുഖം തോന്നിട്ട് ഞങ്ങൾ നേരെ വെളിയിലേക്ക് പോയി കേട്ടോ. ഈ സ്ഥലം കൊള്ളാലോ, നിന്നെ കാണാൻ. ഫുഡ് വരാൻ ലേറ്റ് ആവുന്നതോടെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം മാറി നിന്ന് ഗോസിപ്പൊക്കെ അടിക്കാമെന്ന്. അങ്ങനെ അവിടെ ചെന്ന് നിന്ന് ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരെയൊക്കെ ഇങ്ങനെ വായി നോക്കി ഇരുന്നിട്ട് പിന്നെ എന്തൊക്കെയോ ഗോസിപ്പ് പറയാണ്. ഫോണിലുള്ള എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ എത്തി വെളിഞ്ഞ് നോക്കി ആരൊക്കെയോ പറയുന്നുണ്ട്. അത് വഴി കൂടെയൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. അവരൊക്കെ ഓരോന്ന് പറഞ്ഞ് എന്തൊക്കെയോ ഞങ്ങൾ കൂടി ഞങ്ങൾക്ക് എന്തൊക്കെയാണ് ഞങ്ങൾ പറയുന്നതെന്ന് ഒരു ബോധവും ഇല്ല. പിന്നെ ഫോണിൽ ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൊടുത്തിട്ട് അത് പിന്നെ ഫോണിലായി ഗോസിപ്പടി. ഫുഡ് വന്ന ഓടുന്ന ഫുഡ്. നിക്ക് അവളും കൂടി ഇരുന്ന് കഴിഞ്ഞിട്ട് നീ പറഞ്ഞ ഇവിടെ നിന്ന് എടുക്ക്. ഇങ്ങനെ സൈഡിൽ നിന്ന് കവർ ചെയ്ത്. എന്തുവാ നീ വീഡിയോ എടുത്തോണ്ടിരിക്കല്ലേ? കഥ തുറക്കാൻ നീ എടുത്ത് കാറിനെ കാണിച്ചിങ്ങനെ ചിരിച്ചോണ്ട് നോക്കിയിരിക്കുന്നത്. ഫുഡി നോക്കിയിരിക്കാൻ നമുക്ക് കിട്ടിയ ഫുഡ് കുറച്ച് ഫ്ലോപ്പായിരുന്നു കേട്ടോ. ഇതിന് മുന്നേ വന്നപ്പോഴും അവിടെ ഇങ്ങനെ എരിവ് ഊരിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങിയ നൂഡിൽസിന് ഇവിടെ കരഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരിച്ചു കൊടുത്ത് അവർ അതിനുള്ള പേയ്മെൻറ്റ് എടുക്കില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു കൊടുത്തിട്ട് ബാക്കി വാങ്ങിയ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഫുള്ള് ഫുഡിൻ്റെ കാര്യത്തിൽ ഫ്ലോപ്പായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഇറങ്ങി ഫ്യൂഷൻ ടേബിളിലായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായത്. പിന്നെ ഞങ്ങൾക്ക് പിസ്സ കഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി കേട്ടോ. വേറൊരു പ്ലേസിലേക്കാണ് പോയത്. ഞാനും ആരതി ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പിസ്സാസ് എല്ലാം നല്ലതാണ്. അപ്പോൾ ഏത് ഓർഡർ ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ ആണ്, ഏതായിരിക്കും നല്ലത് അങ്ങനെയൊക്കെ. അങ്ങനെ ഒരു അഫോർഡബിൾ റേഞ്ചിൽ ഒരു ഷോപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ വന്നാൽ നല്ലതായിരിക്കും. ഇത് ലാപ്പിനോ എന്നാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ പിന്നെ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു.
ആദ്യം അവള് വൈറ്റ് എങ്ങനെ പറയുന്നത് ഇച്ചിരി ചൂട് മാറണം അവിടെ ഞങ്ങൾ നേരെ പോയതൊരു ചായ കുടിക്കാണ് കേട്ടോ. ബൂസ്റ്റർ ചായയിൽ ചായ കുടിക്കാമെന്ന് പോയതാണ്. അതുവരെയും കഴിച്ച ഫുഡൊക്കെ ഫ്ലോപ്പായിരുന്നു. പക്ഷേ പിസ്സ സൂപ്പറായിരുന്നു. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ നേരെ ചായ കുടിക്കാനായിട്ട് പോയി. നീ പാറുവിൻ്റെ ഇന്നത്തെ കഥ പറയാം, എന്തോ സംഭവിച്ചത്. ആദ്യം ഫിഷിൻ്റെ ടേബിളിൽ പോയി. അവിടുന്ന് ഞാൻ കഴിഞ്ഞോട് ഞങ്ങൾ ഇറങ്ങി പിസ്സ കഴിക്കാൻ എന്നിട്ട് എന്തോ കിട്ടിയേ ഇവക്ക് എന്തുവാ ലോഡഡ് ഫ്രൈസ് വേണം. ഫ്രൈസ് വേണം, അത് കിട്ടിയില്ല. അവസാനം പിസ്സയിൽ ഒതുക്കി. അവിടെ നിന്ന് ഞാൻ ഇവിടുന്ന് കടൽ വരണോ ഈ ഫാക്ടറി വന്നപ്പോൾ മിനി ഷവർമ്മയിൽ മറ്റേ സാധനം മേടിച്ച് ഞാൻ മിനി ഷവർമ്മ നോക്കൂ. അങ്ങനെ നല്ല ഫുഡ് മൊത്തം ഫ്രീയായിരുന്നു പാറു. എന്ത് സാധനം ഇല്ലേ ഇല്ലെന്നാ ചേട്ടാ എനിക്കൊരു ലൈവ് മതി. ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ച എല്ലാ സാധനവും ഫ്ലോപ്പായിരുന്നു കേട്ടോ. ഒന്നും കൊള്ളില്ലായിരുന്നു. മിനി ഷവർമ്മയെന്ന് പറഞ്ഞ സാധനം കാണിച്ചത് കണ്ടില്ലേ, അതായിരുന്നു ഐറ്റം. പിന്നെ അവിടെ നിന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ചായ ഭയങ്കര ഒട്ടും കൊള്ളില്ലായിരുന്നു. പിന്നെ മതിയാക്കാന്ന് വെച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ. വീട്ടിലേക്ക് വന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. ഇതൊക്കെയായിരുന്നു കേട്ടോ അന്നത്തെ ഒരു ദിവസം. ഒരു പക്കാ വ്ളോഗൊന്നും പറയാൻ പറ്റില്ല. അവിടെ ഇവിടെയൊക്കെ എടുത്തൊരു വ്ളോഗ്, അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ ഗൈസ്.